വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഭാഗത്തിൻ്റെ 14ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാസ്റ്റർ. ഒരു 41 വർഷത്തിലേറെ അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയ സമ്പത്ത് എനിക്കുണ്ട്. കുറേയധികം കുട്ടികളെ പഠിപ്പിച്ചു, ജയിപ്പിച്ചു. അവരൊക്കെ നല്ല നിലയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ +1 വരാൻ സാധ്യതയുള്ള എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഡിപ്രിസിയേഷൻ എന്ന ഭാഗത്തെപ്പറ്റി പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കാണുകയും ഈ വർഷം ചോദിക്കാനും സാധ്യതയുള്ള ബാങ്ക് റെക്കൺസിലിയേഷൻ. കുട്ടികൾക്ക് പൊതുവെ ബുദ്ധിമുട്ടായ ഒരു പാഠമാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഒരു 4 മാർക്ക് ഉറപ്പായിട്ടും മേടിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ. ബാങ്ക് റെക്കൺസിലിയേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കച്ചവടക്കാരൻ, അതായത് ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്ന അവൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ ഉൾപ്പെടുത്തിയ ബുക്കാണ് ക്യാഷ് ബുക്ക്. ഈ ക്യാഷ് ബുക്കിന് അനുസൃതമായിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന ബാങ്കർ രേഖപ്പെടുത്തുന്ന ബുക്കാണ് പാസ്ബുക്ക്. ഈ പാഠത്തിൽ എ കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. എല്ലാ സമയവും നമ്മൾ ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും തുല്യമായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില കാരണങ്ങളാൽ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തുല്യം അല്ലാതെ ഇരിക്കും. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് ബാലൻസാണ്. പാസ്ബുക്കിൽ, ബാങ്കർ റെക്കോർഡ് ചെയ്യുന്ന പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസാണ്. ചുരുക്കത്തിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസും പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസും മിക്കവാറും ഒന്നായിരിക്കും. ഇനി അത് വ്യത്യാസം വരുവാൻ ഉള്ള കാരണങ്ങൾ അറിയാമെങ്കിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇത് തമ്മിൽ, ഈ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും വ്യത്യാസപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ട്രേഡർ, കച്ചവടക്കാരൻ ആർക്കെങ്കിലും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ അത് നിർബന്ധമായിട്ടും എൻട്രി ചെയ്യും. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞതായി കാണപ്പെടും. പക്ഷേ ഈ കൊടുത്ത ചെക്ക് ആ സപ്ലയർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട്, പാസ്ബുക്കിൽ എൻട്രി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. ആസ് എ കോൺസിക്വൻസ്, ഇതിൻ്റെ പരിണിത ഫലമായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും പാസ്ബുക്ക് ബാലൻസ് കൂടിയുമിരിക്കുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതാദ്യം രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് ബുക്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് രേഖപ്പെടുത്തുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയുന്നു. ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും പാസ്ബുക്ക് ബാലൻസ് കൂടിയും ഇരിക്കുന്നു. നമുക്ക് ചോദ്യത്തിൽ ഒന്നുകിൽ ക്യാഷ് ബുക്ക് ബാലൻസ് തരും, അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് തരും. ക്യാഷ് ബുക്ക് ബാലൻസാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. ഇനി പാസ്ബുക്ക് ബാലൻസാണ് തരുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. ക്യാഷ് ബുക്ക് ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്നതും പാസ്ബുക്ക് ബാങ്കർ പ്രിപ്പയർ ചെയ്യുന്നതുമാണ് എന്നുള്ള വസ്തുത മറക്കാൻ പാടില്ല. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസ് ഓട്ടോമാറ്റിക്കലി കുറയുന്നു. ഇത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കും. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കും.
നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിൽ അത് കുറഞ്ഞ ബാലൻസ് ആയതുകൊണ്ട് അതിനേക്കാൾ കൂടിയ ബാലൻസ് ഉൾക്കൊള്ളുന്ന പാസ്ബുക്ക് കാണാൻ ആ സംഖ്യ കൂട്ടണം. അപ്പോൾ കുറഞ്ഞ ബാലൻസായ ക്യാഷ് ബുക്കാണ് ചോദ്യത്തിൽ തന്നതെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് കാണാൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ട് കൂട്ടണം. Then another reason for the disagreement between cash book balance and passbook balance is that check deposited but not cleared. ഏതോ ഒരു കസ്റ്റമർ നമുക്ക് തന്ന ചെക്കിനെ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി ബാങ്കിൽ നമ്മൾ കൊടുത്തു, പക്ഷേ ബാങ്കുകാരനത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്തും. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ട്രാൻസാക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ 31 ഡിസംബറിൽ ചില ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ എത്തിയിട്ടുണ്ട്, ചിലത് പാസ്ബുക്കിൽ എത്തിയിട്ടില്ല. അതാണ് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ നമുക്കൊരു ചെക്ക് കിട്ടിയാൽ ആ ചെക്കിനെ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് കിട്ടുമ്പോഴേ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി. പാസ്ബുക്കിൽ ബാങ്കിൽ കൊടുത്തു, പക്ഷേ പാസ്ബുക്കിൽ എൻ്റർ ചെയ്തില്ല. അത് ചിലപ്പോൾ ജനുവരി 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടിയില്ല. ഇതിൻ്റെ പരിണിതഫലം ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞും കാണുന്നു. നമ്മൾ തുടങ്ങിയത് കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയത് എങ്കിൽ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്ക് കാണാൻ കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ചെക്ക് ഇഷ്യൂഡ് കൂട്ടണം, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് കുറയ്ക്കണം. അതാണ് ഫസ്റ്റ്. ഇത് രണ്ടും നേരെ റിവേഴ്സ് ആയിരിക്കും. ചെക്ക് ഇഷ്യൂഡ് കൂട്ടുകയാണെങ്കിൽ ചെക്ക് ഡിപ്പോസിറ്റഡ് കുറയ്ക്കണം. മൂന്നാമത്തത്, നമുക്ക് വേണ്ടി പല ചെലവുകളും ബാങ്കുകാർ നിറവേറ്റുന്നുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ന്യൂസ് പേപ്പറിൻ്റെ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുക, കേബിൾ ചാർജ് അടയ്ക്കുക, മൊബൈൽ റീചാർജ്, ഇങ്ങനെ പല ട്രാൻസാക്ഷനും നമുക്ക് വേണ്ടി ബാങ്കുകാർ ചെയ്യും. ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ, വാട്ടർ ബില്ലാണെങ്കിലും ബാങ്കുകാരന് അടയ്ക്കും. അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പറയാതെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ബാങ്കുകാരൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചിലവ് കൊടുത്താൽ അത് പാസ്ബുക്കിൽ ആദ്യം ബാങ്കുകാരൻ രേഖപ്പെടുത്തുന്നു, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. 31 ഡിസംബറിൽ നമ്മൾ ഈ വിവരം അറിഞ്ഞില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. അതിൻ്റെ പരിണിതഫലം ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു ഇരിക്കുന്നു. അപ്പോൾ കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞ ബാലൻസായ പാസ്ബുക്കിലേക്ക് എത്താൻ കുറയ്ക്കണം. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ഓർ ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ബൈ ദ ബാങ്ക് പാസ്ബുക്കിൽ കുറയുന്നു, ക്യാഷ് ബുക്കിൽ കുറയുന്നില്ല. അപ്പോൾ കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ ബാലൻസായ പാസ്ബുക്ക് കാണാൻ ഇത് കൂട്ടണം. 3 ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ കൂട്ടണം. ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് കൂടി പാസ്ബുക്ക് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തുടങ്ങിയത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്, പാസ്ബുക്ക് ബാലൻസ് കാണാൻ കുറയ്ക്കണം. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചിലവുകൾ ബാങ്കുകാർ നിറവേറ്റി അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കും. കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്ക് കാണാൻ കുറയ്ക്കണം. ഇനി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്കിൽ പല വിധത്തിലുള്ള ചിലവുകളുണ്ടാവും. കളക്ഷൻ ചാർജ് ഉണ്ടാവും, SMS ചാർജ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ചിലവുകൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കുറയുന്നു. ഈ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു ഇരിക്കുന്നു. കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിൽ നിന്നും കുറഞ്ഞ ബാലൻസായ പാസ്ബുക്ക് കാണാൻ കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ചെക്ക് ഇഷ്യൂഡ് കൂട്ടണം, ചെക്ക് ഡിപ്പോസിറ്റഡ് കുറയ്ക്കണം, എക്സ്പെൻസ് മെറ്റ് ബൈ ദ ബാങ്ക് കുറയ്ക്കണം, ബാങ്ക് ചാർജസ് ഉണ്ടായെങ്കിൽ അതും കുറയ്ക്കണം. ഇതൊക്കെ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങിയത് ക്യാഷ് ബുക്കിലാണ്, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്കാണ്. ഇനി എ കസ്റ്റമർ ഡയറക്റ്റ്ലി പെയ്ഡ് ഇൻ ടു ബാങ്ക് ഓൺ അവർ ബിഹാഫ്. നമുക്ക് വേണ്ടി നമുക്ക് പൈസ തരാനുള്ള ഒരു കസ്റ്റമർ പൈസ കൊണ്ടുപോയി നേരിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി, പാസ്ബുക്ക് ബാലൻസ് കൂടി. ഈ വിവരം നമ്മൾ അറിഞ്ഞില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞും പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുന്നു.
കുറഞ്ഞ ബാലൻസായ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ കൂടിയ ബാലൻസുള്ള പാസ്ബുക്ക് കാണാൻ കൂട്ടണം. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് കൂട്ടണം, ചെക്ക് ഡിപ്പോസിറ്റഡ് കുറയ്ക്കണം, ചിലവുണ്ടായെങ്കിൽ അത് കുറയ്ക്കണം, ബാങ്ക് ചാർജസ് കുറയ്ക്കണം, കസ്റ്റമർ ഡയറക്റ്റ്ലി പെയ്ഡ് ഇൻ ടു ബാങ്ക് കൂട്ടണം. ഇനി ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് ഡിസോണേ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ബാങ്കിൽ കൊടുത്ത ചെക്ക് ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തി പാസ്ബുക്കിലും രേഖപ്പെടുത്തി, രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെക്കിൽ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടോ ഒപ്പില്ലാത്തത് കൊണ്ടോ കീറിപ്പോയത് കൊണ്ടോ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ആ ചെക്കിനെ ബാങ്കുകാരൻ തിരസ്കരിക്കുന്നു. അതിനെയാണ് ഡിസോണറി എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിസോണർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തും, പാസ്ബുക്ക് ബാലൻസ് കുറയുന്നു, നമ്മൾ ഈ വിവരം അറിഞ്ഞില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു ഇരിക്കും. നമ്മൾ തുടങ്ങുന്നത് കൂടിയ ബാലൻസായ ക്യാഷ് ബുക്കിലാണെങ്കിൽ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്ക് കാണാൻ കുറയ്ക്കണം. ഇനി ലാസ്റ്റ് ഒരു കോണ്ടസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റേഡ് ഇൻ ദ പാസ്ബുക്ക്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപത്തിന്മേൽ പലിശ കിട്ടുന്നു. ഇത് ബാങ്കുകാരൻ നമ്മുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടുന്നു. ഈ വിവരം നമ്മളറിഞ്ഞില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടില്ല. അപ്പോൾ തുടങ്ങിയത് കുറഞ്ഞ ബാലൻസായ ക്യാഷ് ബുക്കിലാണ് എങ്കിൽ കൂടിയ ബാലൻസായ പാസ്ബുക്ക് കാണാൻ ഈ എമൗണ്ട് കൂട്ടണം. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുന്നത് കൂട്ടണം. നമ്മൾ തുടങ്ങുന്നത് ക്യാഷ് ബുക്കിലാണ്, പാസ്ബുക്ക് ബാലൻസ് കാണാൻ കൂട്ടണം. ചെക്ക് ഡിപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ് ആണെങ്കിൽ കുറയ്ക്കണം. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ബാങ്ക് ആണെങ്കിൽ കുറയ്ക്കണം. ബാങ്ക് ചാർജസ് എൻറ്റേഡ് ഇൻ ദ പാസ്ബുക്ക് ആണെങ്കിൽ അത് കുറയ്ക്കണം. കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ പണം നിക്ഷേപിച്ചതാണെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്ക് കാണാൻ കൂട്ടണം. ചെക്ക് ഡിസോണേഡ് എൻറ്റേഡ് ഇൻ ദ പാസ്ബുക്ക് ആണെങ്കിൽ കുറയ്ക്കണം. ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്, നമുക്ക് കിട്ടാനുള്ള പലിശ അല്ലെങ്കിൽ ഡിവിഡൻഡ് തുടങ്ങിയവ ബാങ്കുകാരൻ കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ വരവ് വെച്ചാൽ പാസ്ബുക്ക് ബാലൻസ് കൂട്ടണം. ഇതാണ് 7 റീസൺസ്. ദീസ് ആർ ദ മെയിൻ റീസൺസ് or causes of differences between cash book balance and passbook balance. ഇത് കണക്കിനോട് ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു തരാം. ഇതിപ്പോൾ ഒരു ആമുഖം. ചിലപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് എന്നുള്ള തിയറി 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്രോബ്ലം, ക്യാഷ് ബുക്ക് തന്നിട്ട് പാസ്ബുക്ക് കാണാൻ പറയും, അല്ലെങ്കിൽ പാസ്ബുക്ക് തന്നിട്ട് ക്യാഷ് ബുക്ക് കാണാൻ പറയും, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇങ്ങനെ 4 കോൺടെസ്റ്റിൽ കണക്കുകൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കൊരു 4 മാർക്ക് 5 മാർക്ക് +1 പരീക്ഷയ്ക്ക് നേടിയെടുക്കാവുന്നതാണ്. ഡിഗ്രി ക്ലാസ്സുകളിലും ഇതിൻ്റെ ആവശ്യകതയുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരു പാഠമാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ താരതമ്യ പഠനത്തിന് വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.